സ്നേഹം നിറഞ്ഞ ലുമീനിയസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പീഡാനുഭവ വാരത്തിൻ്റെ വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. നമുക്ക് വേണ്ടി കാൽവരിയിലെ പീഡകളേറ്റ മരിച്ച ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ദിവസം. വിശുദ്ധ ലൂയിസ് മോൺഫോർഡ് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുന്നതിനേക്കാൾ വലിയ ഒരു ആധ്യാത്മിക അഭ്യാസം ഇല്ല എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനത്തിനും വേദനകൾക്കും അർത്ഥവും ആശ്വാസവും ആ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഈശോ പീഡാനുഭവം തുടങ്ങുന്നത് നീണ്ട മണിക്കൂറുള്ള പ്രാർത്ഥനയോടുകൂടെയാണ്. ഗെത്സമനിൽ വെച്ച് നീണ്ട മണിക്കൂറുള്ള പ്രാർത്ഥനയിൽ തുടങ്ങി ഒരു ചെറു പ്രാർത്ഥനയിൽ മാത്രം അവസാനിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം. ഗെത്സമൻ തോട്ടത്തിൽ പ്രാണവേദനയോടുകൂടെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. പ്രാർത്ഥനാനിർഭരമായ നെടുവീർപ്പോടെ ഈശോ ചോദിക്കുന്നുണ്ട് തൻ്റെ ശിഷ്യനോട്: ശിമിയോനെ, നീ ഉറങ്ങുകയാണോ? ക്രിസ്തുവിനൊപ്പം ഉണർന്നിരിക്കാൻ പറ്റാത്ത ശിഷ്യനോട് പാറ എന്ന് അർത്ഥം വരുന്ന പത്രോസ് എന്നല്ല ഈശോ അഭിസംബോധന ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാങ്ങണ എന്ന അർത്ഥം വരുന്ന ശിമിയോൻ എന്ന് വിളിച്ചാണ് ഈശോ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ക്രിസ്തുവിനൊപ്പം ഉണർന്നിരിക്കാൻ കഴിയാത്ത ശിഷ്യനെ പാറ എന്ന അർത്ഥം വരുന്ന പേര് വിളിക്കുന്നതിൽ അർത്ഥം കാണുന്നില്ല. ഈ ദുഃഖവെള്ളിയുടെ ആദ്യ സന്ദേശവും അതുതന്നെയാണ്. ക്രിസ്തുവിനോടുകൂടെ ഉണർന്നിരിക്കാനായിട്ട് ഞാനും നിങ്ങളും പരാജയപ്പെടുമ്പോൾ ക്രിസ്ത്യാനി എന്ന പേരിൻ്റെ മഹത്വം നഷ്ടപ്പെടാറുണ്ട്. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കേണ്ടവരും ക്രിസ്തുവിനോടൊപ്പം ഉണർന്നിരിക്കേണ്ടവരും സഹനങ്ങളിൽ ക്രിസ്തുവിനോടുകൂടി ചേർന്നിരിക്കേണ്ടവരുമാണ് നമ്മൾ. മറ്റുള്ളവരുടെ സഹനങ്ങളിൽ ഓടി ഒളിക്കേണ്ടവരല്ല നമ്മൾ. മറ്റുള്ളവരുടെ സഹനങ്ങളിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സഹനങ്ങളിൽ പങ്കാളികളാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളും യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരുമാകുന്നത്. അതിൽ നിന്ന് ഓടിയൊളിക്കുമ്പോൾ, അതിൽ നിന്ന് മാറുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലെ പ്രായമായവരുടെ സഹനങ്ങളൊക്കെ നമുക്ക് അധികപ്പറ്റായി മാറി നിൽക്കുമ്പോൾ നമ്മുടെ പേരിൻ്റെ മഹത്വവും നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈശോയെ പിടികൂടിയതിനു ശേഷം ആദ്യം കൊണ്ടുപോയത് അന്നാസിൻ്റെ പക്കലേക്കാണ്. കയ്യപ്പാസിൻ്റെ അമ്മായിപ്പനായിരുന്നു അന്നാസ് എന്നാണ് പറയുക. ചരിത്രം അന്നാസിനെക്കുറിച്ച് വേറെ കുറേ യാഥാർത്ഥ്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈശോ തൻ്റെ 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ മതപണ്ഡിതന്മാരുമായി തർക്കിച്ചിരിക്കെ അവിടുത്തെ പ്രധാന പുരോഹിതനായിരുന്നത്രേ അന്നാസ്. പ്രധാന പുരോഹിതൻ മാത്രമല്ല, ഇപ്പോഴത്തെ പ്രധാന പുരോഹിതന്മാരുടെ ഇടയിൽ ഒരു പുറം സ്വാധീനമായി അന്നാസ് നിന്നിരുന്നു എന്നുള്ളതാണ്. ജെറുസലേമിലെ നാണയമാറ്റ ഇടപാടുകളൊക്കെ നിയന്ത്രിച്ചിരുന്നത് അന്നാസ് ആയിരുന്നു എന്നാണ് ചരിത്രം പറയുക. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് നാണയ വിൽപ്പനക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും എല്ലാം ഈശോ പുറത്താക്കിയപ്പോൾ അന്നാസിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈശോ തച്ചുടച്ചത്. ഈ കാലഘട്ടത്തിലും അന്നാസിൻ്റെ മനോഭാവങ്ങളുള്ളവരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ കാലം കഴിഞ്ഞിട്ടും തൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സമൂഹത്തിലെ പുതിയ മാറ്റങ്ങൾക്കെതിരെയും സഭയിലെ മാറ്റങ്ങൾക്കെതിരെയും ഇടവകയിലെ നൂതനമായ ആശയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും അതിന് ആളുകളെ കൂട്ടി അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും കൂട്ടായ്മകളെയും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ അന്നാസിൻ്റെ പ്രതീകങ്ങളാണ്. മൂന്നാമത്തെ സന്ദേശമെന്ന് പറയുക: ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നതിന് 22 യഹൂദ നിയമങ്ങളുണ്ടായിരുന്നു. ഈ 22 യഹൂദ നിയമങ്ങളും ഈശോയുടെ വിചാരണയ്ക്കിടയ്ക്ക് പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സഭാപിതാവായ വിശുദ്ധ ഒരിജിൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ആ 22 നിയമങ്ങളും ആ രാത്രിയിൽ മിഴിപൂട്ടി നിന്നത്രേ. കുറ്റവാളികളെ കൈക്കൂലി കൊടുത്ത് അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. യൂദാസിന് കൈക്കൂലി കൊടുത്താണ് ഈശോയെ കൊണ്ടുവന്നത്. മരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിയെ വീണ്ടും മറ്റു മർദ്ദനങ്ങളൊന്നും
ഏൽപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമങ്ങളെല്ലാം ഇവിടെ കാറ്റിൽ പറത്തി. അനാവശ്യമായ ആരോപണങ്ങളാണ് ക്രിസ്തുവിൻ്റെ മേൽ അവർ ചാർത്തിയത്. അനാവശ്യമായ ആരോപണങ്ങൾ അവനെ കൊലക്കളത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അനാവശ്യമായ ആരോപണങ്ങളാൽ ജീവിതം തീർക്കുകയും ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടു കഴിയുകയും ചെയ്യുന്നവരുടെ ഒരു കാലത്താണ് നാം എല്ലാവരും ജീവിക്കുക. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആരോപണങ്ങളെല്ലാം പലരെയും തകർക്കുന്നുണ്ട്. പലരും ജീവിതം വരെ അവസാനിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. രക്ഷപ്പെടുവാനുള്ള 22 നിയമങ്ങളും മിഴിപൊത്തിയിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതെ കുരിശിൽ മരിച്ച ക്രിസ്തുവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഏൽക്കുമ്പോഴും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നിയമങ്ങളുമെല്ലാം നമുക്കെതിരാകുമ്പോഴും ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രിസ്തു ആ രീതിയിലൂടെ കടന്നു പോയവനാണ്. ഈശോയ്ക്കെതിരെയുള്ള മറ്റൊരു ആരോപണമെന്ന് പറയുക കലാപത്തിന് ആളുകളെ പ്രേരിപ്പിച്ചു എന്നതാണ്. അവൻ ഗലീലയിൽ വച്ച് തന്നെ കലാപത്തിന് ആളുകളെ പ്രേരിപ്പിച്ചു പോന്നു എന്ന് ഈശോയ്ക്കെതിരെ ഒരു ആരോപണം വന്നു. അതുകൊണ്ട് തന്നെ പിലാത്തോസ്, ഗലീലക്കാരനായ ഹെരോദോസ് അന്ന് ജെറുസലേമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ്റെ പക്കലേക്ക് ഈശോയെ അയച്ചു. ഹെരോദോസ് കാത്തിരിക്കുകയായിരുന്നു ഈശോയെ കാണാനായിട്ട്. ഇവനെക്കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്, ഇവനെ ഞാൻ കണ്ടില്ല എന്ന ഭാവത്തിൽ. ഹെരോദോസ് ഈശോയ്ക്കെതിരെ വിചാരണ നടത്തുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹെരോദോസിൻ്റെ ഓരോ ചോദ്യത്തിനും മൗനം മാത്രമായിരുന്നു ഈശോയുടെ മറുപടി. അതിന് വ്യക്തമായ കാരണമുണ്ട്. പാപ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് ഹെരോദോസ്. പാവമാണെന്നറിഞ്ഞിട്ടും അതിൽ തന്നെ നിലനിൽക്കുകയാണ് ഹെരോദോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ഹെരോദിയയുടെ കൂടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാനായി വന്ന സ്നാപക യോഹന്നാൻ്റെ തല അറുത്തതും ഈ ഹെരോദോസാണ്. അതുകൊണ്ട് ഈശോ അവൻ്റെ മുമ്പിൽ മൗനമായിരുന്നു. ഈശോയുടെ മനോഭാവം ഇവന് മുമ്പിൽ ഞാൻ എന്തിന് എൻ്റെ മനസ്സ് തുറക്കണം എന്നുള്ളതാണ്. വലിയൊരു സന്ദേശവും ഈ ഒരു കൂടിക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. പാപ അവസ്ഥയിൽ തുടരുന്നവരിൽ നിന്ന് ക്രിസ്തു ഒരു അകലം പാലിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് മാനസാന്തരപ്പെട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ ക്രിസ്തു അവരോട് അടുക്കും. തൻ്റെ ജീവിത അവസാന നിമിഷങ്ങളിൽ വരെ ക്രിസ്തു ചെയ്തത് എന്താണ്? പാപ അവസ്ഥയിൽ നിലനിൽക്കുന്നവരിൽ നിന്ന് ഒരു അകലം പാലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന ആരെങ്കിലും പാപ അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തു അവരിൽ നിന്നെല്ലാം ഒരു അകലം പാലിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് എത്തുവാനായിട്ടുള്ള വലിയൊരു ക്ഷണം കൂടിയാണ് ഈ കുരിശുമരണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ മറുപടിയൊന്നും പറയാതിരുന്നപ്പോൾ ഹെരോദോസിന് ദേഷ്യം പിടിച്ചു എന്നാണ് പറയുക. അദ്ദേഹം ഈശോയെ മർദ്ദിച്ചു, ഈശോയെ പരിഹസിച്ചു. ഹെരോദോസ് ഈശോയ്ക്ക് പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. അത് വെള്ളവസ്ത്രമായിരിക്കാം എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. ഈ വെള്ളവസ്ത്രം യഹൂദരുടെ ഇടയിൽ ഭ്രാന്തുള്ളവരെ ധരിപ്പിക്കുന്ന ഒരു വസ്ത്രമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇത്രയേറെ സഹിക്കുന്നവനെ, ഇത്രയധികം വേദനിക്കുന്നവനെ വീണ്ടും ഭ്രാന്തനാക്കി മാറ്റുകയാണ്. എത്രത്തോളം മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം ക്രിസ്തു ആ സമയം കടന്നു പോയിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, പിലാത്തോസിൻ്റെ അങ്കണത്തിൽ നിന്നും ചമ്മട്ടിയടിയേറ്റതിന് ശേഷം ക്രിസ്തുവിനെ മുൾമുടി ധരിപ്പിക്കുന്നുണ്ട്. വിജാതീയരുടെ പ്രതിമകളിൽ സാധാരണ ഒരു കിരീടം വയ്ക്കാറുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഈശോയെ കളിയാക്കുവാനായിട്ടാണ് ആ കിരീടം വച്ചിരിക്കുന്നത്. കാരണം ഈശോ രാജാവാണെന്ന് പറയുന്നതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയെ മനഃപൂർവ്വം പരിഹാസപാത്രമാക്കാനാണ് ആ മുൾമുടി ഈശോയെ അണിയിച്ചത് എന്നുള്ളതാണ്. ഇത്രയ്ക്കധികം ശാരീരികവും മാനസികവുമായ വേദന കൊണ്ട് തളർന്നിട്ടും അവസാനം ലോകചരിത്രം കാണാത്ത രീതിയിലുള്ള മരണം കൈവരിക്കാൻ പോകുമ്പോഴും ഒരു വാക്ക് എതിര് പറയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ചെറിയൊരു വഴക്ക് പറച്ചിലിലും ചെറിയതായിട്ടൊന്ന് കോപം വന്നാൽ പോലും വലിയ തീരുമാനങ്ങളെടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നവരുടെ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക.
പ്രിയപ്പെട്ടവരെ, ഇത്രയ്ക്കധികം പീഡനമേറ്റിട്ടും ഇത്രയ്ക്കധികം മാനസികമായി തളർന്നിട്ടും ശത്രുക്കളോട് ഒരു വാക്കുപോലും ഈശോ പറഞ്ഞില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതല്ലേ ഈ കുരിശ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുക. അവസാനമായി ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു മനോഹരമായ വാചകമുണ്ട്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. വിശുദ്ധ ഗ്രിഗറി മനോഹരമായി പറയുന്ന കാര്യമുണ്ട് ഈ വാക്കിനെക്കുറിച്ച്: സ്വന്തമാക്കാത്ത ഒരു മനുഷ്യഭാവത്തെയും ക്രിസ്തുവിന് സുഖപ്പെടുത്താനാവില്ല. അതുകൊണ്ട് അത് സ്വന്തമാക്കാനായിട്ടാണ്, മനുഷ്യൻ്റെ വേദന സ്വന്തമാക്കാനായിട്ടാണ് ആ വാക്ക് ക്രിസ്തുവോട് ഉപയോഗിച്ചിരിക്കുക എന്നാണ് പറയുക. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്: എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത്, എന്തുകൊണ്ടാണ് എന്നെ മാത്രം പരിഗണിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്ര അധികം സഹനങ്ങൾ തന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ രോഗാവസ്ഥ തന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അങ്ങനെയുള്ളവരോട് കൂടെ ചേർന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു. അവരുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും വേദനകൾക്കും സങ്കടങ്ങൾക്കും ആശ്വാസവും ഉത്തരവുമാണ് ക്രിസ്തുവിൻ്റെ ആ ചോദ്യവും ആ കുരിശുമരണവും. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.